അമിത്ഷാ വരാത്ത, നരേന്ദ്രമോദി വരാത്ത പാർലമെന്റിൽ പലതും നടന്നു. MSME നിയമ ഭേദഗതി പാസാക്കി വെറും 3 മിനിറ്റിൽ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാനുള്ള ബില്ല് പാസാക്കി. അതിനെടുത്തത് 4 മിനിറ്റ്. ജനനമരണ രജിസ്ട്രേഷൻ ബില്ലിനെടുത്തത് വെറും 2 മിനിറ്റാണ്. പാസാക്കാൻ 10 മിനിറ്റ് എടുത്തത് ഒരൊറ്റ ബില്ലാണ്. വന്ദേ മാതരം അവഹേളിക്കൽ തടയൽ ബിൽ. മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണം ഇതിലും കൂടുതൽ സമയം. ഇതാണോ ലോകത്തെ വലിയ ജനാധിപത്യം? ആര്യ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മഹത്തായ ജനാധിപത്യ പാരമ്പര്യമുണ്ട്. നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ പ്രതിപക്ഷം അത് നമ്പർ എത്ര കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും പാർലമെന്റിലെ പ്രതിപക്ഷത്തെ മുഖവിലയ്ക്കെടുക്കുക, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് നെഹ്റു മുതൽക്കുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരും പിന്തുടർന്നിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള ജനാധിപത്യ രീതിയാണ്. എന്നിട്ട് ഇതൊക്കെ ഞങ്ങളങ്ങ് തീരുമാനിച്ച് നടപ്പാക്കും, നിങ്ങളങ്ങ് എന്താ പറയുക, ഒരു ഇവിടുന്ന് ശമ്പളം പറ്റി പോയാൽ മതി എന്ന രീതിയിലാണ് ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. അതിപ്പോൾ മുകളിലിരിക്കുന്ന BJPയുടെ പ്രധാനമന്ത്രി മുതൽ താഴെ ഇരിക്കുന്ന BJPയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ നേതാക്കളുടെയും ശരീരഭാഷയും ഈ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നവരുടെ ശരീരഭാഷയും അവരുടെ മുഖത്തുള്ള അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും പരമപുച്ഛവും പൊതുസമൂഹത്തോടുള്ള പരമപുച്ഛവും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുന്നു. അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് പൊതുസമൂഹത്തോട്, പാർലമെന്റിനോട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഈ സ്വന്തം കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ തല്ലുകൊള്ളുന്ന സാഹചര്യം ഇപ്പൊ രാജ്യത്തുണ്ടായപ്പോൾ അമാരെ ബച്ചേഹ എന്ന് പറയാൻ തുടങ്ങി. അത് RSSന്റെ പണ്ടുകൾക്കുള്ള ശീലമാണ്. BJPക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ BJPയുടെ ഒപ്പം ഉണ്ടാകും. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ BJPയെ തനിച്ചിട്ട് ഓടുന്ന സ്വഭാവം RSSന് പണ്ടേ ഉള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് RSSന്റെ മേധാവി ഈ രംഗത്ത് നിന്ന് അങ്ങ് എന്താ പറയുക സ്വയം പിൻവാങ്ങിയിരിക്കുന്നു. അതായത് ഞങ്ങൾ ഇതിന്റെ ഒപ്പം ഇല്ലാട്ടോ, ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന നടപടി മുഴുവൻ അത് BJP നടത്തിയതാണെന്ന് പറഞ്ഞ് RSS നൈസായിട്ട് സ്കൂട്ടായിരിക്കുകയാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇന്ന് അവരിൽ നിന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് അങ്ങേയറ്റം ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ കാണാൻ സാധിക്കും. അവരുടെ വിമർശനങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്. അവരുടെ വിമർശനം കേട്ട് അവസാനം സായികെട്ട് എല്ലാ വഴിയും ഉപേക്ഷിച്ച് അർദ്ധരാത്രി 12 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എത്തിച്ചിലേക്ക് ഇന്ത്യയുടെ യുവത്വം പറയുന്നത്. അമിത്ഷാ പാർലമെന്റ് വന്ന് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചതുണ്ടായോ? ആ സഭയ്ക്ക് അകത്ത് കയറണ്ടേ? സഭയ്ക്ക് അകത്ത് കയറി അദ്ദേഹത്തിന്റെ ഹാജർ വരണ്ടേ? അദ്ദേഹം അവിടെ മറുപടി പറയണ്ടേ? ആ ചോദ്യശരങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്റെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന സമയത്ത്, മറുപടി പറയാനില്ലാത്ത വരുന്ന സമയത്ത് ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കുകയാണ്. BJPയുടെ ഭയത്തെ പറ്റി കുറെ കാലമായി കേൾക്കുന്നു. 2014 മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. അതവിടെ നിൽക്കട്ടെ, വിഷയം പാർലമെന്റാണല്ലോ. ഇത് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യാതെ ബഹളം ഉണ്ടാക്കി വൈകുന്നേരം 11 വരെക്ക് തുടങ്ങും, 11:30 ആകുമ്പോഴേക്കും അവസാനിപ്പിക്കും. എന്നിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ പാട്ടിന് പോകും. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട്, ഞാനൊരു പഞ്ചായത്ത് വാർഡ് മെമ്പറും പോലും അല്ല, എന്നോട് തർക്കിച്ചൊരു കാര്യമില്ല സാറേ, ഒരു കാര്യമില്ല. അപ്പൊ ഇത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യണം, അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി. പറഞ്ഞിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു, ബങ്കിംപൂരിനെ പറ്റി പറഞ്ഞു. ബങ്കിംപൂർ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിക്ക് കെട്ടിവെച്ച കാശില്ല. ഇന്ത്യ മുന്നണിക്ക് കെട്ടിവെച്ച കാശില്ല. ഇന്ത്യ സഖ്യത്തിന് എത്ര വോട്ടാ കിട്ടുക? 10.9% വോട്ട്. കെട്ടിവെച്ച കാശില്ല. മഞ്ചേശ്വരത്തെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ അവസ്ഥയായി. മഞ്ചേശ്വരത്തെ മാർക്സിസ്റ്റ് പാർട്ടി സുരേന്ദ്രനെ ശരിയാക്കാൻ ലീഗ് നോട്ട് ചെയ്ത് വോട്ടെണ്ണ ഇപ്പൊ കെട്ടിവെച്ച കാശില്ല. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ? അതല്ലേ ഇപ്പൊ അവസ്ഥ. ഞാനൊരു പ്രവചനം നടത്താൻ ആര്യ, അടുത്ത തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഭാവി പ്രധാനമന്ത്രി എന്നുള്ള പോസ്റ്റ് നഷ്ടപ്പെടും. അത് പ്രശാന്ത് കിഷോറിന് കിട്ടും. ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റേ അഭിജിത് ദീപ്കയോ അല്ലെങ്കിൽ നമ്മുടെ പ്രശാന്ത് കിഷോറോ ആയിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അതാ കാര്യങ്ങൾ അങ്ങോട്ട് കെട്ടിവെച്ച കാശില്ല. എന്തൊരു കഷ്ട. RJDക്ക് കെട്ടിവെച്ച ലാലു പ്രസാദ് യാദവ് മുടിചൂട മന്നനായി നടന്ന സ്ഥലത്ത് ഞങ്ങൾ തോറ്റു. അതല്ല ഉദ്ദേശം. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ഒരു എന്താ പറയുക MLA MP ഒന്നല്ല. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു 2 പേരും MLAയും MP മാരുമാണ്. MLAയും MP ഒക്കെ വിജയിപ്പിക്കുന്നത് എന്തിനാണ്? അവിടെ പോയി കാര്യങ്ങൾ, അതായത് എൻ്റെ മണ്ഡലത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ ജില്ലയിൽ ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, ഇതൊക്കെ പറയാനല്ലേ.
രാവിലെ 11 മണിക്ക് മുദ്രാവാക്യം വിളിച്ചിട്ട് എന്താ കാര്യം? പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ.